21-ാം വയസ്സിൽ ലൈഫ് സെറ്റാവുമെന്ന് കരുതി ഒരാളും MBBS എന്നല്ല നീറ്റിൻ്റെ വഴിയിലൂടെ തന്നെ വരാൻ പാടില്ല. അവിടെ ഏതൊരു പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള ഒരു കോൺ സൈഡ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഡോക്ടർ എന്നുള്ള ഈ പ്രൊഫഷനും. ഇനി വരുന്ന ഒരു 40-30 ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലാണ്. നീറ്റിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന കുട്ടികൾ ഇന്ന് സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് വളരെയധികം ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള പ്രസ്താവനകൾ കാണാറുണ്ട്. ഡോക്ടർ ആവുന്നത് വെറുത്താണോ, അല്ലെങ്കിൽ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് ഡോക്ടർ ആവുന്നത് മണ്ടത്തരമാണോ എന്ന രീതിയിൽ വരെ പല പ്രസ്താവനകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ എന്നുള്ള കരിയർ പെർസ്യൂ ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മക്കളെ, ആദ്യം തന്നെ പറയാനുള്ളത് 21-ാം വയസ്സിൽ ലൈഫ് സെറ്റാവുമെന്ന് കരുതി ഒരാളും MBBS എന്നല്ല നീറ്റിൻ്റെ വഴിയിലൂടെ തന്നെ വരാൻ പാടില്ല എന്നുള്ളതാണ്. മക്കളൊരു 20-30 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ പാരൻസൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പ്രൊഫഷണൽ കരിയർ സ്കോപ്പ് എന്ന് പറയുന്നത് വിരലിലെണ്ണാൻ പറ്റുന്ന മാത്രമായിരുന്നു. ഒന്നെങ്കിൽ ടീച്ചർ ആവുക, അല്ലെങ്കിൽ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, വക്കീലാവുക എന്നിങ്ങനെ വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ അത്രയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് ഏതൊരു കുട്ടിക്കും തൻ്റെ അഭിരുചി മനസ്സിലാക്കി സാധ്യതകൾ അറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ലോകം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും MBBS എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തുകൊണ്ട് നീറ്റ് എന്ന് പറയുന്ന അത്രയധികം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഒരു കുട്ടി തിരഞ്ഞെടുക്കുമ്പോൾ അത് കേവലം ഒരു ഡോക്ടറുടെ വേതനം കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ സമൂഹം ഒരു ഡോക്ടറിന് കൊടുക്കുന്ന വില കണ്ടിട്ടോ ആവരുത് എന്നാണ് പറയാനുള്ളത്. മറിച്ച് നമ്മളിവിടെ ആലോചിക്കേണ്ടത് നാളെ നമ്മൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിനാരിയെ കുറിച്ചാണ്. നാളെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു അസുഖം നിങ്ങളുടെ മുമ്പിൽ ഇന്ന സാധനം പരിഹരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വരുന്ന സമയത്ത് നിങ്ങളെ എക്സ്പെർട്ടീസ് കൊണ്ട് മാത്രം നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണക്കാരനാവുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ ഉണ്ടാവുന്ന ഒരു സന്തോഷത്തിന് കാരണക്കാരനാവുന്നത് നിങ്ങളുടെ ആ ഒരു എക്സ്പെർട്ടീസ് കൊണ്ട് മാത്രമാണ് എന്നുള്ളൊരു ആ തോട്ട് നിങ്ങൾക്ക് കിക്ക് തരുന്നുണ്ടെങ്കിൽ മക്കളെ, യു ഹാവ് ചൂസൺ ദി റൈറ്റ് പാത്ത്, ഗോ ഫോർ ഇറ്റ്. ഇവിടെ ആ വ്യക്തി തൻ്റെ ജീവൻ വരെ വളരെ വിശ്വസിച്ച് നിങ്ങളെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിയാണ്, ഇനീഷ്യലി വേതനം കുറവാണ്, ലേണിംഗ് കർവ് ഭയങ്കര വലുതാണ്. പക്ഷെ കാലക്രമേണ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു ലൈഫ് നിങ്ങളിലേക്ക് കാലം തന്നെ കൊണ്ടുവന്നെത്തിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് നീറ്റിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടുള്ള കുട്ടികളോടാണ്. അവിടെ ഏതൊരു പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള ഒരു കോൺ സൈഡ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഡോക്ടർ എന്നുള്ള ഈ പ്രൊഫഷനും. സോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി വരുന്ന ഒരു 40-30 ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ഈ ഒരു നീറ്റ് എന്ന് പറയുന്ന മാരത്തോണിൻ്റെ ഒരു ഫൈനൽ ലാപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ഈ വരുന്ന ഓരോ ദിവസത്തിലെയും ഓരോ മണിക്കൂറും മിനിറ്റും സെക്കൻഡുകളും നമ്മൾ മാർക്കുകളാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മൾ എന്തിനാണ് ഈ ഒരു ജേണി തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളൊരു ആ വൈ ഉണ്ടല്ലോ, ആ വൈ എന്നും പോളിഷ് ചെയ്തുകൊണ്ട് അതിനെന്നും സ്വപ്നം കണ്ടുകൊണ്ട് അതിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. സോ കീപ് ലേണിംഗ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ.